ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് 24. 1 2 3 4 5 ക്യാഷ് പ്രൈസ്. അപ്പൊ ആദ്യം അറിയാവുന്ന ആളെ തന്നെ ചോദിക്കാം. ഓക്കെ, ആരാന്ന് മനസ്സിലായോ? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ പേരെങ്കിലും ദുൽഖർ സൽമാൻ. 42. 2 ഉത്തരം പറയാം. ഓക്കെ, ഒന്ന് 42. ആ, പിന്നെ ഒരു 41. ഓക്കെ, ഉറപ്പിച്ചില്ലേ? കറക്റ്റ് ഉത്തരം 41. ഓക്കെ, അപ്പൊ ആദ്യത്തെ 1 ശരിയാക്കിയിരിക്കുകയാണ്. ഇനി 4 എണ്ണം കൂടെ ഉണ്ട്. 4 എണ്ണം കൂടെ ശരിയാക്കുകയാണെങ്കിൽ 500 രൂപ കിട്ടും. ഞാൻ അടുത്ത ആളെ ചോദിക്കാം. അറിയായിരിക്കുമല്ലോ അല്ലേ? ഏതാ, സെലിബ്രിറ്റീസ് തന്നെ പോരെ? വേറെ രാഷ്ട്രീയം അങ്ങനെ മനസ്സിലായോ? ഉണ്ണി മുകുന്ദൻ. ആ, ഉണ്ണി മുകുന്ദൻ. 30. 2 എണ്ണമാണ് പറയാൻ പറ്റുക. എല്ലാരും കൂടെ നിരത്തി പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38. 38. കല്യാണം കഴിച്ചില്ല. ഓ, എല്ലാം നോക്കുന്നുണ്ട്. കല്യാണം കഴിച്ചോ ഇല്ലയോ? എല്ലാം അറിയാട്ടോ. ആദ്യത്തെ ഏതാ പറഞ്ഞേ? 38. ആദ്യത്തെ 38. പിന്നത്തെ 40. ഉറപ്പിച്ചാ? ഉറപ്പല്ലേ? ഞാൻ നേരത്തെ എത്രയായിരുന്നു? നമ്മുടെ ആദ്യത്തെ ഉത്തരം എന്തായിരുന്നു? ദുൽഖർ സൽമാൻ അല്ലേ? 42 പറഞ്ഞു, 41 പറഞ്ഞായിരുന്നു. ഇത് 38 പറഞ്ഞില്ലേ? 37 ആയിരുന്നു. സാരമില്ല, ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. 3 ചാൻസും കൂടെ ഉണ്ട്. 3 ചാൻസിൽ 2 എണ്ണം ശരിയാക്കിയാൽ മതി. ഓക്കെ, ഇനി കുറച്ച് യങ് ആയിട്ടുള്ള ആളെ തരാം. ഓക്കെ, ആരാ മനസ്സിലായ? നസ്ലിൻ. 23. ഒന്ന് 23. പിന്നെ 22, 23. ഉറപ്പിച്ചോ? 22, 23. ഞാൻ എന്റേതായിട്ടൊരു ക്ലൂ തരാം എന്തായാലും. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് ശരി, ഇതിൽ ഏതായാലും മൈക്ക് പിടിക്കുന്ന ആള് അന്തിമം പറയൂ. ഒന്ന് 23. ഒന്ന് 24. ഞാൻ ഇനി ക്ലൂ തരൂല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു. ഉറപ്പിക്കട്ടെ? 22, 25. ഇതിന്റെ അത് ഉത്തരം വീണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ, 2 ക്ലൂ പറഞ്ഞു. 21, 23. ഉറപ്പിച്ചോ? 21, ഇനി ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞു പോരുത്. ഇത്ര ഒന്നോടെ ക്ലൂ. 21. ഇത് അവസാനത്തെ അന്തിമ. പറഞ്ഞോ. 21, 22. 22. ഉറപ്പിച്ചില്ലേ? 24 ആണ്. സാരമില്ല. ഓക്കെ ഫൈൻ. അപ്പൊ 3 എണ്ണത്തിന്റെ അത് 1 എണ്ണം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി 2 എണ്ണം കൂടി ശരിയാക്കുകയാണ് 100 രൂപീസ് കിട്ടും. നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ആള് അനശ്വര. അനശ്വര രാജൻ. 22, 23. കറക്റ്റ് ഉത്തരം 22. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് ഇത് ശരിയാക്കുകയാണെങ്കിൽ 100 രൂപീസ് എന്തായാലും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ചായ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഓൾറെഡി 100 രൂപീസ് കിട്ടണ്ടായിരുന്നു. അതെ, ആരെയാ വേണ്ടേ? ടൊവിനോ തോമസ് ഉണ്ട്, നിവിൻ പോളി ഉണ്ട്. ടൊവിനോനെ എടുത്തോളി. ഓക്കെ, ടൊവിനോനെ എടുത്തു കഴിഞ്ഞു. അടുത്ത ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതല്ലേ
ദാ മൈക്കുള്ള ആളുടെ കയ്യിലാണ് അന്തിമം. 41. എനിക്ക് നിങ്ങൾക്ക് സമ്മാനം തരാൻ അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയാം. ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 41. ഉറപ്പിച്ചാ? 42. ആണോന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങനെ പറയാ? ഇനിയൊരു ക്ലൂ പറയാം. ഇത് അന്തിമമായിട്ടുള്ള ക്ലൂ ആണ്. ഞാൻ ഈ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞപ്പം ആദ്യം ഒരാൾ പറഞ്ഞു കറക്റ്റ് ഉത്തരം. ആദ്യം പറഞ്ഞ കറക്റ്റ് ഉത്തരം. ഇതിപ്പോ എത്ര പേരുണ്ട്? എല്ലാരും കൂടെ ഒരു ഉത്തരം. 44. ഞാൻ 5 വരെ അതിനുള്ളിൽ പറഞ്ഞാൽ മതി. ദേ ഇവിടെ ഇപ്പൊ ഒരാളിപ്പോ കറക്റ്റ് ഉത്തരം വീണ്ടും മിസ്സേ ഇതാണ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 38, 39. പറഞ്ഞോ. 37. ആ 38. ഉറപ്പിച്ചോ? 35 ആയിരുന്നു. 2 ശരിയാക്കി. നിങ്ങളുടെ എഫേർട്ട് കണ്ടിട്ട് എനിക്കൊന്നും തരാതിരിക്കാൻ തോന്നുന്നില്ല. 50 റുപ്പീസ് തന്നേക്കാം. ചായ കുടിക്കാം. അയ്യോ ഓക്കെ, എന്റെ കയ്യില് 50 ചേഞ്ച് ഇല്ല. 60 വെച്ചോളൂ. എന്തേലും ഒക്കെ മേടിച്ചു കൊടുക്കും. അപ്പൊ ശരി, ബൈ. അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിന്റെ ഏജ് പ്രഡിക്റ്റ് ചെയ്യാം. സിമ്പിളാണ്. 5 കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ 500 രൂപ കിട്ടും. അയ്യോന്നോ വേണ്ടേ? ഓക്കെ. 4 കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ 300 രൂപ. ഓക്കെ. 3 കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ കറക്റ്റ് ഏജ് വേണം. ഓക്കെ. ക്ലൂ ഒക്കെ തരാം, പേടിക്കണ്ട. ഓക്കെ. 100 രൂപ കിട്ടും. 2 കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? ഒന്നുമില്ല, ഒരു സമാധാനം കിട്ടും. ഓക്കെ, റെഡി അല്ലേ? അപ്പം ആദ്യത്തെ സെലിബ്രിറ്റീനെ കാണിക്കാം. ഞാൻ ഓണാക്കി തരാടാ. ഈ പ്രാവശ്യം വിവാദമായ ആളാണ്. ആരാന്ന് മനസ്സിലായി? അറിയാലോ. എന്താ പേര്? ഹണി റോസ്. ആണോ? ഏകദേശം ഏജ് എത്രയായിരിക്കും? ഹണി റോസ് ഞാൻ കണ്ടിട്ടായിരുന്നു മുമ്പേ. ചുമ്മാ അങ്ങ് പറയരുത്. സംതിങ് ആണ്. ഒരു 2 ഓപ്ഷൻ ഞാൻ തരാം നിങ്ങൾക്ക്. ഒരെണ്ണം തെറ്റിപ്പോയാലും ഉത്തരം ശരിയാക്കാം. ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് രണ്ട് ഉത്തരം പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണത്തിന് 34 or 36. അങ്ങനെ ആദ്യത്തെ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. ഓക്കെ. ശരിക്കും 33 ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് സാരമില്ല, ഇനി 4 അവസരം കൂടെ ഉണ്ട്. ആ ഫോൺ അവിടെ എടുത്ത് വെച്ചാൽ നിന്നെ വിശ്വാസമില്ല. ഓക്കെ. ഇനി അടുത്ത വിവാദം സൃഷ്ടിച്ച ഒരാളും കൂടെ ഉണ്ട്. ആരാന്നറിയോ? ബോബി. അപ്പൊ പുള്ളിയുടെ മൂപ്പർക്ക് കുറച്ച് പ്രായം ഉണ്ടല്ലോ. മൂപ്പർക്ക് എത്ര ഏജ്? മൂപ്പർക്ക് നല്ല ഏജ് ഉണ്ട്. ആലോചിച്ചോ? 40 അല്ല. 50 ഉണ്ടാവും. 52 പിടിക്കാം. 53 പിടിക്കാം. 53. 53 or 55. ഉറപ്പിച്ചോ? 53 or 55. 53 or 55. പുള്ളിനെ കണ്ട പ്രായം തോന്നിക്കുന്നില്ല എന്നുള്ളൂ. ഒരു 10 വയസ്സ് കൂടാല്ല. 63. ഞാൻ പറഞ്ഞില്ലേ. അല്ല, ഞാനിവിടെ ക്ലൂ പറയാൻ നിൽക്കുമല്ലേ, നിങ്ങൾക്ക് ക്ലൂ ഒന്നും ചോദിക്കണ്ടേ? അതാ ഞാൻ ചോദിച്ചു. എപ്പോ ചോദിച്ചു കൂടെ ആളുന്നു. ഇനി 3 കൂടെ ഉണ്ട്. 3 ശരിയാക്കണേ എന്തായാലും 100 കിട്ടുവേ. ഓക്കെ. ക്ലൂ തരാം, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. നെക്സ്റ്റ് ഞാൻ അടുത്ത ആള് ഈ അടുത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാ. ആസിഫ് അലി. എടാ ക്ലൂ. ഹണി റോസിന്റെ അടുത്താണ്. കൂടുതലാ. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
നെറോസിനെക്കാട്ടും കൂടുതലാ. അതെന്തായാലും കുറവായിരിക്കുമല്ലോ. പിടിക്ക്. നിങ്ങൾ ഈ വിവാദം മാത്രം നോക്കിയാണെങ്കിൽ ഏജ് ഒക്കെ നോക്ക്, അങ്ങനെ പൈസ കിട്ടുള്ളൂ. 39 ആയിരിക്കുമോ? 39, 36. ഉറപ്പിച്ചോ? 39, 30. നിങ്ങൾ ഞാൻ ഇനി ഒരൊന്നൊന്നര ക്ലൂ തരാം. നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ ഒരാൾ ഉത്തരം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. 35 ഇതേ കൂടുതൽ ക്ലൂ ഒന്നും എനിക്ക് തരാനില്ല. Oh my god. Guess see. 38 ടാ. 36 ഉം 38. Okay. 36 or 38? 36 or 38. 38. അങ്ങനെ ആദ്യത്തെ ശരിയാക്കിയിരിക്കുകയാണ്. ഇനി 2 എണ്ണം കൂടെ ശരിയാക്കിയാൽ 100 രൂപ കിട്ടും. ഓക്കെ, ഇനി അടുത്തയാള്. അടുത്ത ബോയ് ഓർ ഗേൾ ആരാ വേണ്ടേ? ബോയ് മതിയാ? ഓക്കെ, അപ്പൊ അതാ ടൊവിനോ തോമസ്. സിനിമ മാത്രം കണ്ടാ പോരാ, ഇതൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നാ പൈസ കിട്ടും. ക്ലൂവോ? ക്ലൂ അടുത്താണ്, നമ്മളിപ്പോ പറഞ്ഞതിന്റെ അടുത്തൊക്കെയാണ്. 42-43 ഉറപ്പിച്ചോ? 39 സംതിങ് അങ്ങോട്ടുള്ളതും പിന്നെ 43 അങ്ങനെ എന്താ പറഞ്ഞു. 40 ഉം 42. 42 42 ഉം 44 ഉം പിടിക്കാം. ഓക്കെ. 42, 44 പിടിച്ച് തെറ്റാണ്. പുള്ളിക്കാരൻ ഈ മാസം ശരീരം ഉണ്ടെന്നുള്ളൂ, 35 വയസ്സുള്ളൂ. യെസ്, 35. ഇനി എന്തായാലും ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ സമ്മാനമില്ല. പക്ഷെ എന്തായാലും ചോദിച്ചേക്കാം. പ്രോത്സാഹന സമ്മാനമായിട്ട് ഞാൻ എൻ്റെ ഒരു ചിരി തരാം. ഓക്കെ, ദുൽഖർ സൽമാൻ. 45 ടൊവിനോന്റെ ഏകദേശം 40 ഏജിന്റെ അടുത്താ. 39-40 ഉറപ്പിച്ചോ? എന്തായാലും പറഞ്ഞോ, കിട്ടും. 38 ഒന്നും കിട്ടാനില്ല, പറഞ്ഞോ. 39-ഉം അതിന്റെ ഇടയിലാണ് 41. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. നായകന്മാരോ വേണോ നായികന്മാരും വേണോ? അതെ, ലേഡീസ് ചോയ്സാ. നിങ്ങൾ പറ. നായിക മതിയോ? ഓക്കെ, ഇപ്പം വിവാദമായി നിൽക്കുന്ന ഒരാളാണ് അണി റോസ്. ഓ, എല്ലാവർക്കും അറിയാം അണി റോസ്. ഓക്കെ, 2 പ്രാവശ്യം പറയാം. 36-38 കാണുന്ന ഒരു ഇതേ ഉള്ളൂ. 33 വയസ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ആള്. ഇതും ആ വിവാദത്തിൽ നിൽക്കുന്ന ആളാ. ബോച്ചെ. എത്ര ആയിരിക്കും? ആലോചിച്ച് പറഞ്ഞാൽ മതി, ക്യാഷ് പ്രൈസ് ഉണ്ട്. എത്ര ഉറപ്പിച്ചാ പറയുന്നേ? ഉറപ്പിച്ചാ? ഞാൻ ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി, ക്യാഷ് പ്രൈസ് ഉണ്ട്. ഐസ്ക്രീം മേടിച്ചൊരു ക്യാഷ് പ്രൈസ് കിട്ടിയ 57-ഉം 55 തെറ്റാണ്. 63. അത്രയും പൈസ ഉണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ആള് അറിയോ? ആസിഫ് അലി. ഏകദേശം. നിങ്ങൾ ക്ലൂ ചോദിക്കാനോട് ഞാൻ ക്ലൂ പറഞ്ഞു തരൂലേ? ക്ലൂ വേണോ? 40 അടുത്താണ്. ഞാൻ പറയില്ല. ഉറപ്പിച്ചോ? ഞാൻ പറയില്ല. രണ്ടെണ്ണം വേന്ന് പറഞ്ഞു. 38-39 ഉറപ്പിച്ചു. 38 കറക്റ്റ് തരാം. അതെ, അതാണ്. അത് ശരി, ഇവിടെ ഒളിച്ചിരുന്നിട്ട് ഓക്കെ, ഞാൻ അടുത്ത ആളെ പറയാം. ഇത്രയും ഫേമസ് ആയിട്ടുള്ള നടിയാണ് മഞ്ജു വാര്യർ. ഏകദേശം എത്രയായിരിക്കും? ഭയങ്കര ഇതാണല്ലോ, പണ്ടേ തൊട്ട് സിനിമ കാണുന്നതായിരിക്കും അല്ലേ? പറഞ്ഞോ. 44 അല്ലെങ്കിൽ ഉറപ്പിച്ചോ? 46 അല്ലെങ്കിൽ 44 ഉറപ്പിച്ചോ? എത്രയാ? 44-46. 2 ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. 46. ഓക്കെ, അപ്പൊ 3 എണ്ണത്തിന്റെ അത് 2 എണ്ണം ശരി, അല്ല 4 എണ്ണത്തിന്റെ അത് അല്ലേ? 2 എണ്ണം. ഇത് ശരിയാക്കുകയാണെങ്കിൽ 100 രൂപ കിട്ടുവേ. ഓക്കെ,
ആള് എന്താ ഗേള് വേണോ ബോയ് വേണോ? ബോയ് വേണോ? പ്രായം കൂടുതലുള്ള ആൾ വേണോ പ്രായം കുറഞ്ഞ ആൾ വേണോ? കുറഞ്ഞ ആൾ മതിയോ? കുറഞ്ഞ ആൾ മതി. എന്നാ ഭയങ്കര കുറഞ്ഞ തന്നെ ഇടാം. നസ്ലിനാണ്. എത്രയായിരിക്കും ഏജ്? 24. ഉറപ്പിച്ചോ? 24 26 ഉറപ്പിച്ചു. ഉറപ്പാണല്ലോ അല്ലേ? അപ്പം ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് 24. 1 2 3 4 5 ക്യാഷ് പ്രൈസ്. ഐസ്ക്രീം മേടിക്കാൻ പൈസ കിട്ടിയില്ലേ? അവർക്കൊന്നും മേടിച്ചു കൊടുക്കരുത്, നിങ്ങൾക്കാ. ഓക്കെ, ആരാന്ന് മനസ്സിലായോ? അനശ്വര. പറയൂലെന്ന് പറഞ്ഞാടാ നിക്കുന്നേ. 21. ഞാന് 5. ഞാൻ കാര്യം പറഞ്ഞുതരാം. 21 ഉറപ്പാ? 22 നിങ്ങളൊരു ഏജ് മൂത്തതല്ലേ? രണ്ടു പ്രാവശ്യം പറയാൻ പറഞ്ഞില്ലേ? ഒന്ന് 21. ഓക്കെ, അടുത്തത്. അത്ര കോൺഫിഡന്റ് ആയിട്ടാ നിൽക്കുന്ന ആള്. പറ, ഒരെണ്ണം കൂടെ അല്ലേ? ഒരെണ്ണം കൂടെ പറയാന്ന്. 21 ഓക്കെ. 21 22 ഞാൻ ഉറപ്പിക്കട്ടെ? 22 ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അപ്പം ആദ്യത്തെ ശരിയാക്കിയിരിക്കുകയാണ്. ഇനി നാളെ കൂടെ ശരിയാക്കിയ 500 rupees കിട്ടും. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ആളെ കാണിക്കാം. ഇദ്ദേഹത്തെ പരിചയം അന്നാണോ? നസ്ലിൻ തന്നെ. എത്രയാണ് ഏജ്? 26. അത്ര ഉറപ്പിച്ചാൽ മതി, രണ്ടെണ്ണം ഉറപ്പിച്ചാൽ മതി. 26 നെസ്ലിന്റെ ഇത് പ്രഡിക്റ്റ്. 24 or 25 or 24 or 25. ഉറപ്പിച്ചോ? 24 or 25 അല്ലേ? കറക്റ്റ് ഉത്തരം 24. എന്തൊരു സന്തോഷമില്ലാത്ത നിങ്ങക്ക് വേണ്ടേ? ടെൻഷനായിട്ട് സാധിച്ചു. അപ്പം ഇനി ഒരെണ്ണം കൂടെ ശരിയാക്കുകയാണെങ്കിൽ 100 rupees ഉറപ്പാണേ. ഓക്കെ, ഇവിടെ നിന്നോ. നിനക്ക് നിൽക്കാൻ വേണ്ടിയാണോ? നീ നിൽക്കും മോനെ. ഓക്കെ, ഇതാരാന്ന് മനസ്സിലായോ? അറിയാം. ഇപ്പൊ ഭയങ്കര കത്തി നിൽക്കുന്ന ആളാ. ഓക്കെ, പറഞ്ഞോ, ഏജ് പറഞ്ഞോ. 35 അല്ല, അതിന്റെ കൂടുതലുണ്ടോ? 38 or 37 അടക്കെ. അവിടെ നിൽക്കാനോ? ഞാൻ ഇവിടെ നിൽക്കണ്ട്. ഒന്നും വരൂല. നോക്ക്, വിളിക്കുന്നുണ്ട്, പോട്ടെ. നിക്ക്. ക്യാഷ് പ്രൈസ് വേണ്ടേ? 37 or 39. 37 or 39 ഉറപ്പിച്ചു. ഓക്കെ, ഉറപ്പല്ലേ? കറക്റ്റ് ഉത്തരം 37. 100 rupees. ഇതെന്താ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അറിയാതെ പറയുന്നതാണോ? ഇവിടെ അറിഞ്ഞു പറഞ്ഞവർക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ അടുത്തത്. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന ചോദിക്കുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ഇവരെന്തായാലും അറിയായിരിക്കും. അറിയാം. ഏജ് പറഞ്ഞു. ഇപ്പൊ 100 rupees എന്തായാലും കിട്ടിയിരിക്കുകയാണ്. 36 or 39. 36 or 39. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. 35 or 39. ഇപ്പൊ കഴിഞ്ഞു. 39 or 36. എത്ര നീ 39 or 35 or 39. 39 or 35. 39 or അല്ല 33. അപ്പം 4 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? 300 rupees കിട്ടും. ഓക്കെ, സിനിമാ നടന്മാർ വേണോ? ഏതാ വേണ്ടേ? ഏതെങ്കിലും മതിയോ? ഓക്കെ, എല്ലാവർക്കും സുപരിചിതനായ ഒരാൾ ചോദിക്കാം. ദുൽഖർ സൽമാൻ. ഓക്കെ, 40 ഉണ്ട്. 42 43 ഇതെങ്ങനെ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ ഞാൻ ഏജ് ഞാൻ കറക്റ്റ് എന്ന് പറഞ്ഞില്ല. ശരി, സപ്പോർട്ടാ പറഞ്ഞോ. 42 or 43. ഇല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരണം. 42 or 43. 42 or 43. അല്ലെങ്കിൽ 41.
41 ഏതാന്ന് പറ. 43 42 or 43 42 or 43 ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. 41. ജസ്റ്റ് മിസ്. 100 റുപ്പീസ് കിട്ടുന്നുണ്ട്. അത് വേണ്ടേ? 100 റുപ്പീസ് ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. എന്താ ഇത് ഒരു സന്തോഷമില്ലാതെ. ഓക്കെ, താങ്ക് യു. യെസ് ഗായ്സ്, ഇനി ഒരാഴ്ചകൾ കൂടെ മാത്രം ആരാണ് ആ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ആ 2000 രൂപ നേടുന്നത് അറിയാൻ ഇനി ഒരാഴ്ചകൾ കൂടെ മാത്രം. അടുത്ത ആഴ്ചയാണ് നറുക്കെടുപ്പ്. ഇനി ഒരാഴ്ചകൾ കൂടെ മാത്രം. അപ്പം മാക്സിമം പേർക്ക് നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള വീഡിയോസ് അയച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ലേറ്റസ്റ്റ് റീലിന് താഴെ കറക്റ്റ് ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ആഴ്ചത്തെ ചോദ്യം ഇതാണ്. നമ്മൾ മാക്സിമം എമൗണ്ട് എത്ര രൂപയാണ് സമ്മാനമായി കൊടുത്തത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെറിയ ചോദ്യമാണ്. അപ്പോൾ ഇതിനുള്ള കറക്റ്റ് ഉത്തരം പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ താഴെ. കൂടാതെ നമ്മുടെ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ആഴ്ച അറിയാം നമുക്ക് ആ വിജയിയെ. ഓക്കെ, 8 ആഴ്ച ആയി നീണ്ടു നിന്ന നമ്മുടെ നറുക്കെടുപ്പിൻ്റെ ഫലത്തിൽ ആര്, ആ 3 പേരാര്, ഓക്കെ, അവർക്കുള്ള സമ്മാനം എന്ത്? മിക്കവാറും ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിട്ടായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് നടക്കുക. ആളെ വിളിച്ച് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനിയുള്ള ബിഗ് സർപ്രൈസുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നടക്കുമോ ഇല്ലയോ, അതെങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് നമ്മുടെ ക്യാഷ് പ്രൈസ് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.